രണ്ടാമത്തെ അധ്യായം ശിവേന കുമാരോപദേശ വർണ്ണനം. ശിവൻ സുബ്രഹ്മണ്യന് നൽകുന്ന ഉപദേശമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശിവൻ സുബ്രഹ്മണ്യന് നൽകുന്ന ഉപദേശത്തെ നിദാഘന് ഋഭു ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നാം അധ്യായത്തിൽ ഋഭു ഞാൻ ബ്രഹ്മമാണ് എന്നത് ആവർത്തിച്ച് പറഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിൽ നീ ബ്രഹ്മമാണ് എന്നതാണ് ആവർത്തിക്കുന്നത്. അപ്പം നിദാഘൻ ചോദിക്കുകയാണ്, ഏവം സ്ഥിതേ ഋഭോ കോ വൈ ബ്രഹ്മഭാവായ കൽപ്പതേ തന്മേ വദ വിശേഷേണ ജ്ഞാനം ശാങ്കരവാക്യജം. അല്ലയോ ഋഭുമുനി, ശങ്കര വിജ്ഞാനപ്രകാരം ആരാണ് ബ്രഹ്മം, എന്താണ് ബ്രഹ്മം എന്നത് അങ്ങ് വെളിവാക്കിയാലും. ബ്രഹ്മത്തെ വെളിവാക്കുന്നതിലേക്കായി ആവർത്തിച്ചാവർത്തിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകുകയാണ് ഋഭുഗീതയിലൂടെ. ഇത് സാധകന് സത്യത്തെ ആവർത്തിച്ചുറപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഋഭുഗീതയിൽ നമുക്ക് ഒരുപാട് ആവർത്തനങ്ങൾ കാണാം. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതൊരു രീതിയാണ്, ഗുരുവിൻ്റെ ഒരു രീതിയാണ്. പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശിഷ്യന് ഇതുറയ്ക്കും വരെ അയാളുടെ ഇരിപ്പിലും നടപ്പിലും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് തന്നെ ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോഴും ഇതേ ഭാവത്തിൽ തന്നെ താൻ സ്വയം ബ്രഹ്മം എന്ന ഉണ്മയിൽ തന്നെ അയാളുടെ ബുദ്ധിയും ബോധവും മനസ്സും ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഗുരു ഇത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഋഭു പറയുന്നു, ത്വമേവ ബ്രഹ്മ ഏവാസി ത്വമേവ പരമോ ഗുരുഃ ത്വമേവാകാശരൂപോസ്മി ത്വം ബ്രഹ്മാസ്മി ന സംശയ. ത്വമേവ ബ്രഹ്മ, നീ തന്നെയാണ് ബ്രഹ്മം. എന്താണ് ബ്രഹ്മം, ആരാണ് ബ്രഹ്മം എന്ന് നിദാഘൻ ചോദിക്കുമ്പോൾ മറുപടിയായി ഋഭു പറയുന്നു, നീ തന്നെയാണ് ബ്രഹ്മം, നീ തന്നെയാണ് ആ പരമഗുരു, നീ തന്നെയാണ് അനന്തമായ ആകാശം, നീ തന്നെ ബ്രഹ്മം, നീ ബ്രഹ്മം തന്നെ, ഇത് ഉറപ്പിച്ചുകൊള്ളുക. ത്വമേവ സർവഭാസോസ്മി, നീ തന്നെ സർവവും, നീ തന്നെ സകലതിലും പ്രകാശിക്കുന്നു, സകലതിലും ഭാസിക്കുന്നത് പ്രകാശിക്കുന്നത് നീ തന്നെയാണ്. നീ തന്നെ സകലതിനും സാരം, ആത്മാവ്, ഒന്നിലുമില്ലാത്തതും സകലതിനും സാക്ഷിയായിരിക്കുന്നതും നീ തന്നെയാണ്. എന്നാൽ ആ സാക്ഷിഭാവം പോലും ഇല്ലാത്തവനായിരിക്കുന്നു നീ. ഇത് ശ്രദ്ധിക്കണം. നീ സകലതിനും ആത്മാവ് അഥവാ സാരമായിരിക്കുമ്പോൾ തന്നെ ഇതിലൊന്നും നീയില്ല. എന്തുകൊണ്ട്? ഒട്ടലില്ലാത്തതുകൊണ്ട്. ഇതിൻ്റെയൊക്കെ ആത്മാവ് ഞാനാണ് എന്ന ഭാവം, ആ ചിന്ത അവിടെ ഇല്ലാത്തതുകൊണ്ട്. സാക്ഷിത്വം അഥവാ സകലതിനും സാക്ഷി, കാഴ്ചക്കാരനായിരിക്കുമ്പോൾ തന്നെ ആ സാക്ഷിഭാവവും നിനക്കില്ല, ആ സാക്ഷിഭാവവും ബ്രഹ്മത്തിനില്ല. ജഗത്തിനെ പ്രകാശിപ്പിക്കുന്നുവെങ്കിലും ആ കർത്തൃഭാവം ബ്രഹ്മത്തിനില്ല. സാക്ഷിയാകുന്നു എങ്കിലും സാക്ഷിത്വം എന്ന ഭാവം അവിടെയില്ല. നീ തന്നെ കാലം, നീ തന്നെ പരമമുക്തൻ, ഒന്നുകൊണ്ടും സാക്ഷ്യപ്പെടുത്താവതല്ലാത്ത ബ്രഹ്മം നീ തന്നെ. കാലഹീനോസ്മി, കാലവും കാലാതീതവുമായിരിക്കുന്ന നീ തന്നെ കാലമില്ലാത്തവനുമായിരിക്കുന്നു. കാലമുണ്ട് എന്ന തോന്നലും കാലത്തിന് അതീതമാണ് എന്ന തോന്നലും അത് ഉളവാക്കുന്നത് ബ്രഹ്മത്തിൻ്റെ ഊർജത്താൽ തന്നെ, ബ്രഹ്മബോധത്തിൽ തന്നെ. എങ്കിലും ആ കാലം എന്നത് ബ്രഹ്മത്തിനില്ല. കാലവും കാലാതീതവുമായ നീ തന്നെ കാലമില്ലാത്തവനുമായിരിക്കുന്നു. ബോധത്തിന് ഘനമായ ആത്മാവായ ബ്രഹ്മം സ്വയം നീ തന്നെയാണ്. സർവതന്ത്ര സ്വരൂപോസ്മി, നീ സർവതന്ത്ര സ്വതന്ത്രമാണ്.
ഒരു ബന്ധനങ്ങളും നിനക്കില്ല. സംശയമേ വേണ്ട. നീ തന്നെ ബ്രഹ്മം, ബ്രഹ്മം നീ തന്നെ. ഇതങ്ങോട്ട് ഉറപ്പിച്ചുകൊള്ളുക. സത്യോസി സിദ്ധോസി സനാതനോസി. നീയാണ് സത്യം, സിദ്ധമായതും നീ തന്നെ. സിദ്ധൻ എന്നാൽ പൂർണ്ണൻ, അല്ലെങ്കിൽ തന്നെ തന്നെ സിദ്ധിച്ചവൻ, തന്നെ തന്നെ കിട്ടിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സത്യവും സിദ്ധിയും നീ തന്നെയാണ്, സനാതനമായതും നീ തന്നെയാണ്, മുക്തിയും മോക്ഷവും നീ തന്നെയാണ്. നീ തന്നെ മരണമില്ലാത്ത ആ ബ്രഹ്മം, നീ തന്നെ ദേവൻ, നീ തന്നെ ശാന്തി, നീ തന്നെ നിരാമയൻ, നീ തന്നെ ദുഃഖരഹിതമായ പരമ്പൊരുൾ, നീ തന്നെ ആ പൂർണ്ണ വസ്തു, നീ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും സഹജമായത് നീ തന്നെ. സമം അഥവാ ഏകരൂപമായിരിക്കുന്നതും സത്യമായിരിക്കുന്നതും സനാതനമായിരിക്കുന്നതും നീ തന്നെയാണ്. വാക്കുകളുടെ സത്യം അഥവാ സാരം നീയാണ്. എല്ലാ വാക്കുകളുടെയും ഘനം, പറയുന്ന ശബ്ദത്തിന് ഉള്ള ആ ഒരു അർത്ഥം, അതിൻ്റെ സാരം, അത് ബ്രഹ്മമാണ്, അത് നീയാണ്. നീ തന്നെ രൂപരഹിതവും സദാ ഉള്ളതുമായ ബ്രഹ്മം, നീ തന്നെ ബ്രഹ്മം, നീ തന്നെ പൂർണ്ണം, ഏറ്റവും ശ്രേഷ്ഠമായതും സഹജമായതും നീ തന്നെ. ഇത് ഉറപ്പിച്ചുകൊള്ളുക. ഇത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. സർവപ്രപഞ്ച ഭ്രമവർജിതോസി. ഈ പ്രപഞ്ചഭ്രമങ്ങളെയെല്ലാം നീ വർജിച്ചിരിക്കുന്നു. ഈ മായാപ്രപഞ്ചത്തിലെ ഭ്രമങ്ങൾ ഉണ്ട് എന്ന് നീ ചൂണ്ടിക്കാട്ടുന്ന ഓരോ അന്യവസ്തുവും നിന്റെ ശരീരം പോലെ തന്നെ ഭ്രമമാണ്, ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എപ്പോഴും പറയുന്നത് വീണ്ടും പറയുകയാണ്. സാധകൻ പ്രപഞ്ചവികൽപ്പങ്ങളിൽ മേലുള്ള ആശയെയും കൗതുകങ്ങളെയും കളഞ്ഞുകൊള്ളണം. എന്തിനാണ് സത്യവസ്തുവെ തേടുന്നവൻ അതിനിടയിൽ മിഥ്യകളെ തിരയുന്നത്? അത് രത്നത്തെ മറന്നിട്ട് ചില്ലുകഷണങ്ങൾ തേടുന്നത് പോലെയാണ്. ബ്രഹ്മജ്ഞാനത്തെ അടയണമെങ്കിൽ പ്രപഞ്ചത്തിലെ രൂപനാമരസ സങ്കല്പങ്ങൾ മിഥ്യയാണ് എന്നറിഞ്ഞ് അതിനെ ഒഴിപ്പിച്ച് കളയണം. നമ്മൾ അതിനെ ഒഴിച്ച് കളയണം പൂർണ്ണമായും. സർവവികൽപ്പങ്ങളെയും ഒഴിച്ചു കളയണം. സർവഭൂതങ്ങളിലും സമസ്ത ചരാചരങ്ങളിലും നീ സദാ വസിക്കുന്നു. എങ്ങനെ വസിക്കുന്നു? ചൈതന്യമായി, ഊർജമായി ഭാസിക്കുന്നു. നീ കൽപ്പനാതീതമാണ്. നീ പൂർണ്ണബ്രഹ്മമാണ്. പരമമായതും ഏറ്റവും സഹജമായതും നീ തന്നെയാണ്. ഏറ്റവും സാധാരണമായത് നീ തന്നെയാണ്. നീ സദാ സന്തോഷമുള്ളതാണ്, സദാ സുഖിയാണ്. ഒരു ദ്വേഷങ്ങളും നിന്നിലില്ല. നീ സർവകർമ്മങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു. നീ പൂർണ്ണബ്രഹ്മം തന്നെയാണ്. പരമമായതും ഏറ്റവും സഹജമായതും നീ തന്നെ. ഈ പറഞ്ഞതൊരു പ്രാർത്ഥന പോലെ നിരന്തരം നമുക്ക് ഉള്ളിൽ ഉരുവിടാം. ഇതൊരു മന്ത്രമാണ്. നീ സദാ സന്തോഷമുള്ളതാണ് എന്നതിനെ എപ്പോഴും ഞാൻ സദാ സന്തോഷമുള്ളതാണ്, ഞാൻ സദാ സുഖിയാണ്, ഒരു ദ്വേഷങ്ങളും എന്നിലില്ല, ഞാൻ സർവകർമ്മങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു, ഞാൻ പൂർണ്ണബ്രഹ്മം തന്നെ, ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും സഹജമായതുമായ ബ്രഹ്മമാണ്. ഇതൊരു മന്ത്രം പോലെ സദാ ഉള്ളിൽ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അതൊരു വഴിയാണ്. നീ ചിദാകാര സ്വരൂപമാണ്. ചിദാകാര സ്വരൂപോസി. ബോധത്തിൻ്റെ രൂപമായി, ബോധത്തിന് ആളായി നിൽക്കുന്നത് നീ തന്നെയാണ്. ബോധവും നീ തന്നെ. ബോധത്തിന് ആത്മാവായിരിക്കുന്നതും നീ തന്നെ. ബോധത്തിൻ്റെ കേന്ദ്രം അഥവാ ഉറവിടവും നീ തന്നെ. ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ബോധം നീ തന്നെയാണ്.
ആ ബോധത്തിന് ആത്മാവായിരിക്കുന്നതും നീ തന്നെയാണ്. അതിനുറവിടമായിരിക്കുന്നതും നീ തന്നെയാണ്. നിന്റെ സത്ത നീ തന്നെയാകുന്നു. നീ കേവലം ബ്രഹ്മം മാത്രമാണ്. നീ തന്നെയാണ് ബ്രഹ്മം. അത് ഉറപ്പിച്ചുകൊള്ളുക. നീ ആനന്ദമാകുന്നു. നീ തന്നെ അതീതവും. നീ സർവത്ര ശൂന്യവും ഒഴിഞ്ഞിരിക്കുന്നതും നിർഗുണവുമായിരിക്കുന്നു. ഒരു ഗുണങ്ങളാലും ബന്ധിക്കപ്പെടാത്തതാണ്. രണ്ടാമതൊന്നില്ലാത്ത ഏക വസ്തു നീ തന്നെയാണ്. ആ നീ തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് നീ. അതിൽ യാതൊരു സംശയവും വേണ്ട. നീ ബോധത്തിന് ഘനം അഥവാ സാരമാകുന്നു. ഏതൊന്നിനും ഘനം അഥവാ പിണ്ഡം, മാസ് ആയിരിക്കുന്നത് അതിൻ്റെ സാരമാണ്. ആ സാരമാണ് ബ്രഹ്മം. നീ ബോധാനന്ദമാകുന്നു. ആനന്ദവും ആനന്ദത്തിന് ഹേതുവായിരിക്കുന്നതും നീ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. നീ പരിപൂർണമാകുന്നു. സംശയം വേണ്ട. നീ ബ്രഹ്മം തന്നെ. ബ്രഹ്മം മാത്രമാണ് നീ. നീ തന്നെയാണ് ബ്രഹ്മം. അതല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഇത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. സത്താമാത്രസ്വരൂപോസി. നീ സകലതിൻ്റെയും സത്തയാകുന്നു. സൂര്യന് വെളിച്ചവും അഗ്നിക്ക് ചൂടും വാക്കിനർത്ഥവുമായിരിക്കുന്നതെന്തോ അത് ബ്രഹ്മം. സകലതിലും അങ്ങനെയുള്ള ഒരു പൊതുവായ എന്തുണ്ടോ, സകലതിലും പൊതുവായി ഉള്ളത് നീ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. രൂപങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും അതിലെല്ലാം പൊതുവായി ഇടതടവില്ലാതെ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം അഥവാ ബ്രഹ്മം നീ തന്നെയാണ്. നീ നിത്യശുദ്ധമായിരിക്കുന്നു. ഒന്നിനോടും ഒരിക്കലും അല്പം പോലും കലരുന്നില്ല. അങ്ങനെയുള്ള നീ തന്നെ ബ്രഹ്മം. ആ ബ്രഹ്മം നീ തന്നെ, സംശയമില്ല. ഈശൻ മാത്രവിഹീനോസി അണുമാത്ര വിവർജിത. നീ ഒന്നിലുമില്ലാത്തതാകുന്നു. എന്തെങ്കിലും ഒന്ന് എന്ന് അടയാളപ്പെടുത്താനാകില്ല. ഒരണുമാത്ര പോലും നീയല്ല. ഒരണു പോലുമല്ല നീ. ഒരണുവാണ് എന്ന് പറയാൻ കഴിയുകയില്ല. അവിടെ നിനക്കൊരസ്തിത്വവുമില്ല. ഉള്ളത് ഇല്ലാത്തത് ഇതൊന്നും നീയല്ല. പിന്നെ എന്താണ് നീ? എന്താണ് ബ്രഹ്മം? അത് പറയുകയാണ്. യോസി സോസി മഹാന്തോസിത്വം ബ്രഹ്മാസിന സംശയ. അത് നീ തന്നെയാണ് ബ്രഹ്മം. നീ തന്നെയാണ്. നീ തന്നെയാണ് ബ്രഹ്മം. ഏറ്റവും മഹത്തായതെന്തോ അത് നീ തന്നെ. ആ ശ്രേഷ്ഠ ബ്രഹ്മം നീ തന്നെ. നീ തന്നെ ബ്രഹ്മം. ബ്രഹ്മം നീ തന്നെ, സംശയമില്ല. ലക്ഷ്യ ലക്ഷണഹീനോസി ചിന്മാത്രോസി നിരാമയ. നീ ലക്ഷ്യമോ ലക്ഷണമോ അല്ല. മറ്റൊന്നില്ലാത്തതിന് രണ്ടാമതൊന്നില്ലാത്ത ഇടത്ത് ലക്ഷ്യമെന്നതുമില്ല. നീ ലക്ഷണവുമല്ല. വേർതിരിച്ചറിയാവുന്നതോ അടയാളപ്പെടുത്താവുന്നതോ അല്ല. നീ കേവലം പരമബോധം അഥവാ ബോധത്തിനും ബോധമാകുന്നു. നിരാമയമാകുന്നു നീ. ഒരാമയങ്ങളും നിനക്കില്ല. നീ അഖണ്ഡമായ ബോധത്തിന് ആധാരം അഥവാ കേന്ദ്രമാകുന്നു. അങ്ങനെയുള്ള ബ്രഹ്മമാണ് നീ. ബ്രഹ്മം മാത്രമാണ് നീ. നീ തന്നെയാണ് ആ ബ്രഹ്മം. അതിൽ സംശയമില്ല. നീ സകലതിനും ആധാരമായിരിക്കുന്നു. സകലതിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമായിരിക്കുന്നു. നിന്നെ ഒന്നിനോടും സാമ്യപ്പെടുത്തുക സാധ്യമല്ല. നീ ബ്രഹ്മം തന്നെ, നിസ്സംശയം. നീ കേവലം ബ്രഹ്മം മാത്രമാണ്. നിനക്ക് ഭേദങ്ങളില്ല. സർവ്വദുഃഖങ്ങൾക്കും ചാഞ്ചല്യങ്ങൾക്കും അതീതമാണ് നീ. നിനക്കൊരു ദുഃഖവുമില്ല, ഒരു ചലനവുമില്ല. നീ ശിവമാണ്, ബ്രഹ്മമാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ്. നിനക്ക് ഭേദബുദ്ധിയില്ല. നീ ബ്രഹ്മം മാത്രമാണ്. നീ തന്നെ സ്വയം ബ്രഹ്മം. അതിൽ സംശയമേയില്ല. സ്വാത്മരാജ്യ ത്വമേവാസി സ്വയം ആത്മാനമോഹ്യസി. നിന്റെ രാജ്യം നീ തന്നെയാകുന്നു.
നിന്റെ രാജ്യം നീ തന്നെയാകുന്നു. രാജ്യം, രാജാവ്, രാജധാനി, പ്രജ തുടങ്ങി സർവവും നീ തന്നെ. നിന്നെ നീ തന്നെ വണങ്ങുന്നു. നീ വണങ്ങുന്നത് നിന്നെ തന്നെയാണ്. രാജ്യമായി തോന്നുന്നതും രാജാവായി തോന്നുന്നതും രാജധാനിയായി തോന്നുന്നതും സിംഹാസനമായി തോന്നുന്നതും ഉടവാളായി തോന്നുന്നതും പ്രജയായി തോന്നുന്നതും എല്ലാം നീ തന്നെയാണ്. വണങ്ങുന്ന പ്രജയും ആ വണക്കം സ്വീകരിക്കുന്ന രാജാവും നീ തന്നെയാണ്. നീ വണങ്ങുന്നത് നിന്നെ തന്നെയാണ്. നീ സ്വയം പരിപൂർണമായിരിക്കുന്നു. നീ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെ നീ. നീ നിന്നിൽ തന്നെ സുഖിക്കുകയാണ്. നീ പൂർണ്ണമായും നിന്നിൽ തന്നെയായിരിക്കുന്നു. ബ്രഹ്മമല്ലാതെ, അല്ലെങ്കിൽ ബ്രഹ്മബോധത്തിലല്ലാതെ ഒന്നും തന്നെയില്ല. നീയും ഞാനും സകലതും നിന്നിൽ തന്നെ, ബ്രഹ്മത്തിൽ തന്നെ ആയിരിക്കുന്നു. നീ നിന്നിൽ തന്നെ പ്രകാശിക്കുകയാണ്. നീ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് നീ, അതിൽ സംശയമില്ല. സ്വയം സ്വയം സദാസിത്വം സ്വയം സർവത്ര പശ്യസി സ്വസ്മിൻ സ്വയം സ്വയം ഭുങ്ഷി ത്വം ബ്രഹ്മാസ്മിന സംശയ. നീ സദാ നീയായിരിക്കുന്നു. എന്താണ് സ്വനില? അത് മാത്രമായിരിക്കുന്നു. അത് മാത്രമാണ് ഉണ്മ. എന്താണോ സദാ അതായി തന്നെ ഇരിക്കുന്നു. നീ സ്വയം സകലതിലും നിന്നെ തന്നെ കാണുന്നു. നീ നിന്നിൽ തന്നെ ഭുജിക്കുന്നു. ഭോഗവും ഭോഗിക്കുന്നവനും ഭോഗവസ്തുവും നീ തന്നെയാണ്. നീ ബ്രഹ്മം മാത്രമാണ്. നീ തന്നെയാണ് ആ ബ്രഹ്മം. ആ ബ്രഹ്മം നീ തന്നെ. ഇങ്ങനെ ഋഭു തൻ്റെ ശിഷ്യനായ നിദാഘൻ ബ്രഹ്മജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിന് പ്രാപ്തനായിരിക്കുന്നു എന്നറിഞ്ഞ് തൻ്റെ ഉപദേശം തുടരുന്നു. ഒരിക്കൽ കൈലാസത്തിൽ വെച്ച് ശങ്കരൻ തൻ്റെ പുത്രനായ സുബ്രഹ്മണ്യൻ ഉപദേശിച്ച ജ്ഞാനത്തെ ഋഭു നിദാഘൻ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. അത് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. അയം പ്രപഞ്ചോ നാസ്ത്യവ നോത്പന്ന ന സ്വതഃ ക്വചിത് ചിത്ര പ്രപഞ്ച ഇത്യാഹു നാസ്തി നാസ്ത്യേവ സർവദാ. പ്രപഞ്ചമിഥ്യ അഥവാ ലോകമായയെ പറ്റിയാണ് ശിവൻ കുമരന് സുബ്രഹ്മണ്യന് ഉപദേശിക്കുകയാണ്. ഈ കാണായ പ്രപഞ്ചം ഇല്ലാത്തതാണ്, മായയാണ്. അതൊരിക്കലും ഉൽപ്പന്നമായിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അത് സ്വയം ഉണ്ടായിട്ടുമില്ല. കേവലം മായാചിത്രമായ പ്രപഞ്ചം സത്യമല്ല. ഇതൊരു മായാചിത്രമാണ്. ഈ പ്രപഞ്ചം ഒരു സ്ലേറ്റിൽ കോറിയിട്ട ഒരു ചിത്രം പോലെയാണ്. അത് മാഞ്ഞു പോകും. അനിർവചനീയവും അതിശക്തവുമായ ബ്രഹ്മചൈതന്യത്താൽ ഈ ചിത്രങ്ങൾക്ക് ചലനമുള്ളതായി തോന്നുകയാണ്. അങ്ങനെയുള്ള മായാപ്രപഞ്ചം അസത്യമാണ് എന്ന് സുബ്രഹ്മണ്യനെ ഉപദേശിക്കുകയാണ് ശിവൻ. പ്രപഞ്ചം, മനസ്സ്, അഹങ്കാരം, വ്യക്തി തുടങ്ങിയവയെല്ലാം ഇല്ലാത്തതാണ്. ഉള്ളത് കേവലം ബ്രഹ്മം മാത്രമാണ്. മറ്റെല്ലാം തന്നെ ഇല്ലാത്തതാണ്. മായയും മായാകാര്യങ്ങളും അതുകൊണ്ടുളവായിരിക്കുന്ന ഭയങ്ങളും ഇല്ലാത്തതാണ്. ഉള്ളത് കേവലം ബ്രഹ്മം മാത്രമാണ്. മറ്റെല്ലാം ഒരിക്കലും അല്പം പോലും ഇല്ലാത്തതാണ്. കർത്താനാസ്തി ക്രിയാനാസ്തി കരണം നാസ്തി പുത്രക. കർമ്മവും കർത്താവും കാര്യവും കർമ്മകാരണവും ഇല്ലാത്തതാണ്. 1, 2 എന്നിങ്ങനെയുള്ള സംഖ്യകൾ അതും ഇല്ലാത്തതാണ്. മന്ത്രതന്ത്രാദികൾ ഇല്ലാത്തതാണ്. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ഇല്ലാത്തതാണ്. വിവിധ സമാധ്യാവസ്ഥകൾ ഇല്ലാത്തതാണ്. അളവുകളും അളവുകോലും ഇല്ലാത്തതാണ്. അവിദ്യ അഥവാ അജ്ഞാനം ഇല്ലാത്തതാണ്.
അവിവേക ഭാഷണങ്ങൾ ഇല്ലാത്തതാണ്. ചതുരം, ത്രികോണം, ജാമ്യതി ഇവയെല്ലാം ഇല്ലാത്തതാണ്. 4 വേദങ്ങളും ത്രിമൂർത്തികളും ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഇല്ലാത്തത് തന്നെ. എന്തുകൊണ്ടാണ് ഇവയൊന്നും ഇല്ലാത്തതാകുന്നത്? ഇതെല്ലാം മായാകൃതമായതുകൊണ്ടാണ്. ഇവയെല്ലാം ദ്വൈതമായി ഉളവായിരിക്കുന്നവയാണ്, നാശമുള്ളവയാണ്. ഇതെല്ലാം മാറി മറയുന്നവയാണ്, അസ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇല്ലാത്തതാണ്. ഭൂതവും ഭാവിയും വർത്തമാനവും ഇല്ലാത്തതാണ്. കഴിഞ്ഞുപോയത് അപ്രസക്തമാണ്. അതിനെ ഇനി ഒന്നും ചെയ്യാനാകയില്ല. വരാനിരിക്കുന്നത് അഥവാ ഭാവി, അത് നമ്മുടെ നിയന്ത്രണത്തിനും കൽപ്പനകൾക്കും അതീതമാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. വർത്തമാനം അഥവാ പ്രസൻറ്റ് എന്നത് തന്നെ ഈ നിമിഷമെന്ന് നാം വിചാരിക്കും മുമ്പ് തന്നെ അത് ഭൂതകാലത്തിലേക്ക് മറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ത്രികാലങ്ങളും ഇല്ലാത്തതാണ്. കാലമെന്നത് തന്നെ ഇല്ലാത്തതാണ്. ഗംഗയും ഗയയും രാമേശ്വരവും ഇല്ലാത്തതാണ്. ഭൂമിയും ജലവും വായുവും അഗ്നിയും ആകാശവും പഞ്ചഭൂതങ്ങൾ ഇല്ലാത്തതാണ്. ദേവകളും ദിക്പാലകരും പിതാവും ഗുരുവും അടുപ്പവും അകലവും ആദിമധ്യാന്തങ്ങളും മോക്ഷവും ബന്ധവും വാക്ക് സമയം ഇഹം പരം ഇതെല്ലാം തന്നെ ഇല്ലാത്തതാണ്. പിന്നെ ഉള്ളതെന്താണ്? ഉള്ളത് കേവലം ബ്രഹ്മം മാത്രമാണ്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മം നീ തന്നെയാണ്. നീ തന്നെയാണ് ആ ബ്രഹ്മം. ഇത് ആവർത്തിച്ചുറപ്പിച്ചു കൊള്ളുക. സർവം മിഥ്യേതി നാസ്ത്യവ ബ്രഹ്മ ഇത്യേവ നാസ്തി ചിദിത്യേവ ഹി നാസ്ത്യവ ചിദഹം ഭാഷണം നഹി. സർവം മിഥ്യ, സർവം ബ്രഹ്മം, സർവം ബോധം, ഞാൻ ബോധമാണ്. ഇത്തരത്തിലുള്ള സകല ഭാഷണങ്ങളും സകല ക്ലെയിമുകളും ഇല്ലാത്തതാണ്. വാക്കുകൾ ഉദയം ചെയ്യുന്നത് ദ്വൈതത്തിലാണ്. താൻ എന്താണ് എന്ന് പറയേണ്ടി വരുന്നത് മറ്റൊരാൾ ഉള്ളപ്പോഴാണ്. എല്ലാ ദ്വൈതവും ഒഴിഞ്ഞാൽ ശേഷിക്കുന്നത് എന്താണോ അതിന് വാക്കുകളില്ല. അവിടെ വാക്കില്ല, അവിടെ നാദം തന്നെ ഇല്ല, അവിടെ ഒന്നും തന്നെ ഇല്ല. ആ നില സകല നിലകൾക്കും അതീതമാണ്. ഇതാണ് ആ നില എന്ന് നമുക്ക് പറയാനേ സാധിക്കയില്ല. വാക്കിനാൽ വെളിവാക്കിയതോ, മനസ്സാൽ ചിന്തിച്ചതോ, ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചതോ, ചിന്ത കൊണ്ട് അറിഞ്ഞതോ, യോഗവിദ്യ കൊണ്ട് നേടിയതോ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചതോ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം ഇവയെല്ലാം തന്നെ ഇല്ലാത്തതാണ്. ഇത് ഉറപ്പിച്ചുകൊള്ളുക. ഗുണത്രയങ്ങളും ഏകം, ദ്വയം എന്നിങ്ങനെയുള്ള പദങ്ങളും ഭ്രമവിഭ്രമങ്ങളും ഇല്ലാത്തതാണ്. ഭ്രാന്തികളും വിഭ്രാന്തികളും ഇല്ലാത്തതാണ്. ഉള്ളത് ബ്രഹ്മം മാത്രമാണ്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഇത് ഉറപ്പിച്ചുകൊള്ളുക. ഇത് ആര് ശ്രദ്ധയോടെ ശ്രവിക്കുന്നുവോ, ഇത് ആര് ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പിക്കുന്നുവോ അവർ സ്വയം ബ്രഹ്മം തന്നെയായിത്തീരുന്നു. വാരാശ്യാംബുനി ബുദ്ബുദ ഇവ ഘനാനന്ദാം ബുധവഹ്യുമാ. ജലത്തിൽ കുമിള എന്നതുപോലെ ബ്രഹ്മബോധത്തിൽ പ്രപഞ്ചമുദിക്കുന്നു. ഇത് വസ്തുതയാണ്. ഈ സത്യത്തെ അല്പമെങ്കിലും വ്യക്തമായി അനാവരണം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വ്യക്തമായി അല്പമെങ്കിലും വ്യക്തതയോടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗ്രന്ഥമാണ് ഋഭുഗീത. അതാണ് ഇതിൻ്റെ പ്രാധാന്യവും. ജലത്തിൽ കുമിള എന്നതുപോലെ ബ്രഹ്മബോധത്തിൽ പ്രപഞ്ചമുദിക്കുന്നു. ദേവകളും മനുഷ്യരും പിശാചും അങ്ങനെ ഉള്ളതായി തോന്നുന്ന സകലതും ബ്രഹ്മന്റെ ഘനാനന്ദത്തിൽ ഉദിക്കുന്ന കേവല ബുദ്ബുദങ്ങൾ മാത്രമാണ്, കുമിളകൾ മാത്രമാണ്. വെള്ളത്തിലെ തിരകൾ തള്ളി വരും പോലെ അത് എല്ലാ കാലങ്ങളിലും ഉള്ളതായി തോന്നിപ്പിക്കുന്നു. പലതരത്തിൽ പല കാലങ്ങളിൽ പല രൂപങ്ങളിൽ ഇതെല്ലാം ഉള്ളതായി നമുക്ക് തോന്നുന്നു. എന്നാൽ
ആര് ബ്രഹ്മത്തെ അനുഭവിച്ച് അറിഞ്ഞ് അടങ്ങി അതായി തന്നെ തീർന്നിരിക്കുന്നു, അവർ ഈ സംസാര സാഗരത്തിൽ നിന്നും മുക്തരായിരിക്കുന്നു. അവർ ഈ മായയിൽ നിന്നും മുക്തരായിരിക്കുന്നു. എങ്ങനെയാ മുക്തരാവുന്നത്? ജലത്തിൽ കുമിള എന്നതുപോലെ ബ്രഹ്മബോധത്തിൽ ഉദിച്ചിരിക്കുന്ന കേവലം മിഥ്യയാണ് ഈ പ്രപഞ്ചം എന്നത് അവരറിഞ്ഞിരിക്കുന്നു, അവരത് അനുഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ മുക്തരാകുന്നത്. ഈശ്വരൻ അഥവാ ബ്രഹ്മം എന്നത് സർവവ്യാപിയും സർവകാരണവും സകലതിനെയും ചലിപ്പിക്കുന്ന ചൈതന്യവുമാണെന്ന സത്യം ബ്രഹ്മസാക്ഷാത്കാരം അനുഭവിച്ചാൽ മാത്രമേ ഉറയ്ക്കുകയുള്ളൂ. അങ്ങനെ ഹൃത്സാഗര മധ്യേ വിളങ്ങുന്ന ബ്രഹ്മത്തെ അനുഭവിച്ച് അതുതന്നെയായി തീർന്നവർക്ക് ഈ ലോകം ഗരുഡനു മുന്നിൽപ്പെട്ട നാഗത്തെ പോലെയാണ്. ഗരുഡൻ നാഗത്തെ ഇല്ലാതാക്കുന്നത് പോലെ ആത്മജ്ഞാനം ലോകത്തെ ഇല്ലാതാക്കും. അതിനാൽ ഒരു നിമിഷം പോലും വെറുതെ കളയാതെ ആ സാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കുക. അതിനായിട്ട് ആദ്യം തന്നെ സത്യവാക്യത്തെ ഉള്ളിലേക്കെടുത്ത് ഉറപ്പിക്കുക.